റോമൻ സാമ്രാജ്യത്തിന്റെ സർവ്വസന്നാഹങ്ങൾക്കും അധികാരത്തിനും മുന്നിൽ ഭയമേതുമില്ലാതെ നെഞ്ചുവിരിച്ചു നിന്ന് തന്റെ പ്രായത്തിന്റെ കണക്കിനനുസരിച്ച് 13 ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ക്രിസ്തുവിനായി ജീവൻ ബലി നൽകിയ ഒരു 13കാരിയുടെ വീരചരിത്രം വിശ്വാസികൾക്ക് കരുത്തു നൽകുന്ന ഒന്നാണ്. 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരമായ ക്രൈസ്തവ വേട്ടയാടലിനു മുന്നിൽ അചഞ്ചലമായി നിലകൊണ്ട സ്പെയിനിലെ വിശുദ്ധ എവ്ലാലിയ ഓഫ് മെറീഡയുടെ അത്ഭുതകരമായ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകളാണ് ക്രൈസ്തവ സമൂഹങ്ങളിൽ വലിയ ആത്മീയ ഉണർവ് പകരുന്നത്. 1700 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചരിത്രത്തിന് മായ്ക്കാനാവാത്ത ആത്മീയ വീര്യത്തിന്റെ കഥയാണിത്. ക്രിസ്തുവർഷം 290 സ്പെയിനിലെ മെറീഡയിലെ ഒരു അതിസമ്പന്നവും സ്വാധീനവുമുള്ള കുടുംബത്തിലാണ് എവ്ലാലിയ ജനിച്ചത്. എല്ലാവിധ സുഖസൗകര്യങ്ങൾക്കും നടുവിലാണ് വളർന്നതെങ്കിലും ചെറുപ്പകാലം മുതൽക്കേ അവൾ ക്രിസ്തുവിശ്വാസത്തിൽ അടിയുറച്ചു ജീവിച്ചു. ചക്രവർത്തിയുടെ കടുത്ത വേട്ടയാടൽ ആരംഭിച്ചപ്പോൾ കുരുനായ മകളുടെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ മാതാപിതാക്കൾ അവളെ വീടിനുള്ളിൽ ഒളിപ്പിച്ചു താമസിപ്പിച്ചു. എന്നാൽ തന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാൻ ഉറച്ച എവ്ലാലിയ ആരുമറിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി റോമൻ ഗവർണറായ ഡയോസിയന്റെ മുന്നിൽ നേരിട്ട് ഹാജരാകുകയായിരുന്നു. റോമൻ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ബലിയർപ്പിച്ച് ജീവൻ രക്ഷിക്കാൻ ഗവർണർ അവളോട് ഉത്തരവിട്ടു. ഒരു കൊച്ചു പെൺകുട്ടി ഭയന്ന് വഴങ്ങുമെന്നായിരുന്നു ഭരണാധികാരികൾ കരുതിയത്. എന്നാൽ വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞ് താൻ യേശുക്രിസ്തുവിന്റെ മാത്രമാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എവ്ലാലിയയുടെ ധീരതയിൽ പ്രകോപിതരായ റോമൻ അധികാരികൾ അവളെ അതിക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. ചരിത്രരേഖകൾ പ്രകാരം അവളുടെ പ്രായത്തിലെ ഓരോ വർഷത്തിനും ഓരോന്നെന്നോണം 13 അതിക്രൂരമായ പീഡനങ്ങളാണ് അവൾക്കുമേൽ അഴിച്ചുവിട്ടത്. അവളെ ചമ്മട്ടി കൊണ്ട് ക്രൂരമായി അടിച്ചു തകർത്തു. ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് അവളുടെ മാംസം കീറിമുറിച്ചു. വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി പന്തങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ പൊള്ളിച്ചു. തീക്കനലുകളിലൂടെ നഗ്നപാതയായി നടത്തിച്ചു. പുരാതന രേഖകൾ വിവരിക്കുന്ന ഏറ്റവും ഭീകരമായ മറ്റൊരു ശിക്ഷ മൂർച്ചയുള്ള ഗ്ലാസ് കഷ്ണങ്ങളും കത്തികളും ബ്ലേഡുകളും ഉള്ളിൽ തറച്ചുവെച്ച ഒരു വലിയ വീപ്പയ്ക്കുള്ളിൽ ഈ 13കാരിയെ അടച്ചതിനു ശേഷം നഗരവീഥികളിലൂടെ ഉരുട്ടിവിട്ടു എന്നുള്ളതാണ്. എന്നാൽ ശരീരമാസകലം ചോരയൊലിച്ചപ്പോഴും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവൾ തയ്യാറായില്ല. അവൾ അനുഭവിച്ച ഓരോ പീഡനവും അവളുടെ വിശ്വാസത്തിന്റെ ആഴം കൂട്ടുകയേ ചെയ്തുള്ളൂ. ഒടുവിൽ ഈ കൊച്ചുമിടുക്കിയെ റോമൻ പടയാളികൾ കുരിശിലേറ്റി മരണശിക്ഷയ്ക്ക് വിധേയാക്കി. കുരിശിൽ കിടന്ന അവൾ ജീവൻ വെടിഞ്ഞ ആ നിമിഷത്തിൽ അവളുടെ വായിൽ നിന്നും ഒരു വെളുത്ത പ്രാവ് പുറത്തേക്ക് വരികയും അത് സ്വർഗത്തിലേക്ക് പറന്നുയരുകയും ചെയ്തു. അവളുടെ പരിശുദ്ധമായ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിയതിന്റെ സ്വർഗീയ അടയാളമായിരുന്നു അത്. പ്രശസ്ത കവി പ്രുഡൻഷ്യസ് രേഖപ്പെടുത്തിയ മറ്റൊരു ചരിത്ര വിവരണം അനുസരിച്ച് അവൾ മരിച്ചു വീണ ഉടനെ തന്നെ പീഡനങ്ങളാൽ നഗ്നയാക്കപ്പെട്ട അവളുടെ ശരീരത്തിന്റെ വിശുദ്ധിയും നിർമ്മലതയും സംരക്ഷിക്കുന്നതിനായി ആകാശത്തു നിന്നും അത്ഭുതകരമായി മഞ്ഞ് പെയ്തിറങ്ങി അവളെ മുഴുവനായി മൂടി. സ്വർഗം ആ കുരുന്നിന് നൽകിയ ആദരവായിരുന്നു ആ വസ്ത്രം. അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ച റോമൻ സാമ്രാജ്യം ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയോ മാഞ്ഞുപോയി. എന്നാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ നൽകിയ ഈ 13കാരിയുടെ ഓർമ്മകൾ ഈ നൂറ്റാണ്ടുകൾക്കപ്പുറവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആവേശം പകരുന്നു. മെറീഡയുടെ പ്രധാന മധ്യസ്ഥയായി വണങ്ങപ്പെടുന്ന ഈ വിശുദ്ധയുടെ തിരുനാൾ ഡിസംബർ 10 സഭ ആഘോഷിക്കുന്നത്. യഥാർത്ഥ ശക്തി എന്നത് അധികാരത്തിലോ സമ്പത്തിലോ പദവിയിലോ അല്ല, മറിച്ച് ദൈവത്തോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തിലാണെന്ന് വിശുദ്ധ എവ്ലാലിയ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു.